മെമ്മറി ഓഫ് മർഡറൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര രോമാഞ്ചമാണ്. എങ്ങനെയാണ് അയാളുടെ ധൈര്യം എന്നാണ് ആ ക്ലൈമാക്സ് ചെയ്യാന്നുള്ളത്. 28 ദിവസമോളം ഞാൻ അതിൻ്റെ അകത്ത് അവിടെ കംപ്ലീറ്റ് കറങ്ങിയിരുന്നു. ഈ ബോട്സ്വാന രാജ്യം മൊത്തം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ രാജ്യത്ത്. ക്രൈമില്ല. ഈ ക്രൈമില്ല എന്ന് പറയുന്നതിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യം എന്ന് പറഞ്ഞാൽ അവിടെ മതമില്ല എന്നുള്ളത്. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ആളെ തികയ്ക്കാൻ വേണ്ടി ഫ്രെയിമിൽ വരണ്ട, പർപ്പസ് ഫുള്ളായിരിക്കണം ഇവർ വരുന്നത്. അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകണം. ഈ ആഫ്രിക്കയിൽ ജോഹന്നാസ്ബർഗിൽ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ തിരക്കുള്ള ട്രെയിനിൻ്റെ അകത്ത് കയറും. എന്നിട്ട് അവരത് കറക്റ്റ് കൈയുടെ ഉള്ളിൽ ഇതിങ്ങനെ വെച്ചിരിക്കും ഈ ടൂള്. എന്നിട്ട് അതിങ്ങനെ സ്റ്റഡി ആയിട്ട് കൂടെ ഇങ്ങനെ നിൽക്കും, കൃത്യമായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ എന്ത് സാധനം ഉണ്ടെന്ന് ഇങ്ങനെ നോക്കും. ഇവൻ്റെ തൊട്ട് ബാക്കിലും അപ്പുറ സൈഡിലും ഇവരെ കൂടെ ഉള്ളവർ നിൽക്കും. എന്നിട്ട് അവൻ ആ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒരു ഗേറ്റ് ഇറക്കില്ല. അത് അവർ ചെയ്തത് ഗ്ലൂക്കോസാണ്. ഞാനത് ഗൂഗിളിൽ കയറി ആ ഡീറ്റെയിൽ എടുത്ത് ഈ പെങ്കൊച്ചിന് റെഫർ ചെയ്തു. നീ പേടിക്കണ്ട, അവരടിച്ചിട്ടുണ്ട്, ഡിക്കാഫ്രിക്ക് അടിച്ചിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, നിനക്ക് അടിക്കാം. ഹ്യൂമർ ഓറിയന്റഡ് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. ഫൺ പ്ലേസ്മെന്റിന് ഒരു ഗ്രിപ്പ് ഉണ്ടല്ലോ, തിയേറ്റർ പൾസ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അവിടെ എൻറ്റയർലി കംപ്ലീറ്റ്ലി ത്രില്ലർ സ്വഭാവം, ക്രൈം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതിലോട്ട് മാറുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഒരു ജോൺട്രേ മാത്രമല്ല, സിനിമ എന്ന് പറഞ്ഞ പല ജോൺട്രേസ് ഉണ്ട്. അവിടെ നജീം കോയ എടുക്കുന്ന പുതിയൊരു സ്റ്റെപ്പും കൂടിയാണല്ലോ സീരീസ്, ഫുൾ ക്രൈം, ഈ പറഞ്ഞ ത്രില്ലർ സ്വഭാവം. അങ്ങോട്ട് മാറുമ്പോൾ ശരിക്കും ഫസ്റ്റ് ചലഞ്ച് എന്താ ഇതിനെ ബ്രേക്ക് ചെയ്ത്? അല്ല, എനിക്ക് സത്യത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോണർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോണറാണ്. കാരണം ഞാൻ ഭയങ്കര ഡേവിഡ് ഫിഞ്ചർ ഫാനാണ്. ഫിഞ്ചറിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഫിഞ്ചറിൻ്റെ ഒരു മിടുക്കുണ്ട് ആ സിനിമയെ ആൾക്കാരെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ളത്. ഇപ്പം മെമ്മറി ഓഫ് മർഡർ എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമയാണ് ഞാൻ കണ്ട ഏറ്റവും നല്ല ക്ലൈമാക്സ് ഉള്ള സിനിമയാണ്. പക്ഷേ ഇതേ ക്ലൈമാക്സ് വെച്ചിട്ടാണ് ഡേവിഡ് ഫിഞ്ചർ സോഡിയാക് എന്ന് പറയുന്നത്. പക്ഷെ ഡേവിഡ് ഫിഞ്ചർ പറയുന്ന സോഡിയാക് ഒറിജിനൽ എന്നാണ്, ഒരിക്കലും ഇത് ഇൻസ്പയർ ആയതല്ല എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു അതെങ്ങനെയാണ്. ഞാൻ ഈ മെമ്മറി ഓഫ് മർഡറൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര രോമാഞ്ചമാണ്. എങ്ങനെയാണ് അയാളുടെ ധൈര്യം എന്നാണ് ആ ക്ലൈമാക്സ് ചെയ്യാന്നുള്ളത്. ഒന്നും ചെയ്യാനില്ല. അതാണ് റിയാലിറ്റി. മനസ്സിലല്ലേ? ഹീറോ എന്ന് പറയുന്ന ഒരു പരിവേഷം എന്നുള്ള റിയാലിറ്റി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പം എനിക്ക് അങ്ങനത്തെ സിനിമയാണ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ പാരസൈറ്റ് എന്ന് പറയുന്ന സിനിമ എൻ്റെ ജോണറ് അങ്ങനത്തെ സിനിമകളാണ്. ഇപ്പം ഞാൻ ആദ്യം അപൂർവരാഗം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട് ശിവ് സാറിന് വേണ്ടി. അന്നു വരെ ഒരു നായക സങ്കല്പങ്ങളെ പൊളിച്ചിട്ടാണ് ഞാൻ ആ സിനിമ. ഞാൻ ആദ്യമായിട്ട് ശിവ് സാറിനോട് കഥ പറയുമ്പോൾ എനിക്കറിയാം ശിവ് സാറിൻ്റെ ഒരു റിയാക്ഷൻ. സാറ് ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു തോട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ സിനിമ വേണമെന്ന് ആലോചിക്കുന്ന ഒരാളാണ്. അത് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ തിരക്കഥ അല്ല കഥയുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആവേശത്തിലായിരിക്കും, ത്രില്ലായിരിക്കും. ഈ ആവേശം പറഞ്ഞപ്പോഴേ ഇതിൽ ഈ പറഞ്ഞ ഒരു സ്പെസിഫിക് എപ്പിസോഡിലെ മേർഡർ അതെനിക്ക് തോന്നുന്നു അത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് എന്നാൽ അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടൊരു മേർഡർ ആണല്ലോ. ഈ ഡമ്മി മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ഐഡിയ ശരിക്കും ഇവിടുന്ന അല്ല. ഈ ഐഡിയ വെച്ചില്ല. ഞാനൊരു ആഫ്രിക്കൻ യാത്രയ്ക്ക് പോയിരുന്നു. ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ഞങ്ങൾ ബോട്സ്വാന എന്ന് പറഞ്ഞ രാജ്യത്താണ് പോയത്. അപ്പോൾ ഞാൻ സത്യത്തിൽ അവിടെ പോയത് ഞാനും ഫ്രൈഡേയുടെ ഡയറക്ടർ ലിജിനും കൂടെ പോയത് ബോട്സ്വാനയിൽ ഒരു സിനിമ ചെയ്യണം. കാരണം അവിടുത്തെ ഒരു വലിയൊരു ബിസിനസ് മാനുണ്ട്, ചോപ്പീസ് രാമൻ എന്ന് പറയുന്നത്. രാമൻ്റെ ഒരു അനന്തരവനുണ്ട്. അവൻ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവർക്ക് അവിടെ വെച്ചൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം എനിക്ക് ഒരു കഥ എന്നുള്ള രീതിയിൽ ഒരു ഫണ്ണും എനിക്ക് അവിടെ പോയി പറയണ്ട. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫും പറയാനില്ല. നാട്ടിൽ പറയാത്തതായിട്ട് പ്രത്യേകിച്ച് 12-18 മണിക്കൂർ യാത്ര ചെയ്ത് ബോട്സ്വാന എന്ന് പറഞ്ഞ രാജ്യത്ത് പോയിട്ട് ഇവിടെ ഇത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യാനില്ല. ഇപ്പം ഞാൻ അവിടെ ചെന്നത് അവിടുത്തെ എന്തെങ്കിലും ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. നമ്മൾ അദ്ദേഹത്തിന് ഒരു രക്ഷയില്ലാത്ത പിടിപാടാണ് ആ രാജ്യം മൊത്തം. അപ്പം നമുക്ക് ഏത് പോലീസ് സ്റ്റേഷനിലും ചോപ്പീസ് രാമൻ്റെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ കയറി ചെല്ലാം. നമ്മളൊരു കസേരയിട്ട് സ്വീകരിക്കും. 28 ദിവസമോളം ഞാൻ അതിൻ്റെ അകത്ത് അവിടെ കംപ്ലീറ്റ് കറങ്ങിയിരുന്നു. ഈ ബോട്സ്വാന രാജ്യം മൊത്തം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ രാജ്യത്ത്. ക്രൈമില്ല. ഈ ക്രൈമില്ല എന്ന് പറയുന്നതിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യം എന്ന് പറഞ്ഞാൽ അവിടെ മതമില്ല എന്നുള്ളതാണ്. ആ രാജ്യത്ത് മതമില്ല.
അവിടെ ഉള്ളത് ഇപ്പം ഉള്ളത് ക്രിസ്ത്യൻ മതം, അവർ മിഷണറീസ് വന്ന് അവരെ മാറ്റിക്കൊണ്ട് അവർ വിച്ച് ക്രാഫ്റ്റ്സ് ആണ് എല്ലാവരും. അവർ ആകാശത്തിനെയും ഭൂമിയെയും നക്ഷത്രത്തെയും വായുവിനെയും ജലത്തെയും ഒക്കെയാണ് അവർ ദൈവമായിട്ട് കാണുന്നത്. പഴയ ആൾക്കാർ എങ്ങനെ ജീവിച്ചു? ഈ ചോപ്പീശ്വരാമൻ ചെന്നിട്ടാണ് അവിടെ വലിയ വലിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് ജോലി കൊടുത്തിരിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന ക്രൈം ചെയ്യുന്നവർ സിംബാബ്വേയിൽ നിന്ന് ഈ നാട്ടിലോട്ട് വന്ന് ക്രൈം ചെയ്യുന്നവരും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നവരാണ്. അവർ ഈ ബുള്ളറ്റിൽ വരുന്നവരാണ്. അവരിങ്ങനെ ബോർഡർ കഴിഞ്ഞിട്ട് ഒരു ഗ്യാങ് ഓഫ് ആൾക്കാർ ഇങ്ങനെ ബുള്ളറ്റിൽ ഇങ്ങനെ കയറി വരുവാണ്. എന്നിട്ട് നാട്ടിലോട്ട് വന്നിട്ട് അവർ ടൂറിസ്റ്റുകളായിട്ടൊക്കെയാണ് ഈ കയറി വരിക. ബ്ലാക്സ് ആയിരിക്കും വരിക. വന്നിട്ട് അവർ പല സ്ഥലത്തോട്ട് പോയി ക്രൈം ചെയ്യും. അപ്പോൾ അവരെ പേടിച്ചിട്ടാണ് നാട്ടിലെല്ലാവരും മതിലിൻ്റെ മുകളിൽ ഫെൻസിലടിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ ക്രൈമാണ് ഈ പറയുന്ന ടൂള്. ആ ടൂളെന്ന് പറഞ്ഞാൽ അവർ ഈ തിരക്കുള്ള ട്രെയിനിൽ ആഫ്രിക്കയിൽ ജോഹന്നാസ്ബർഗിൽ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ തിരക്കുള്ള ട്രെയിനിൻ്റെ അകത്ത് കയറും. എന്നിട്ട് അവരത് കറക്റ്റ് കൈയുടെ ഉള്ളിൽ ഇതിങ്ങനെ വെച്ചിരിക്കും ഈ ടൂള്. എന്നിട്ട് അതിങ്ങനെ സ്റ്റഡി ആയിട്ട് കൂടെ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കും കൃത്യമായിട്ട്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ എന്ത് സാധനം ഉണ്ടെന്ന് ഇങ്ങനെ നോക്കും. ഇവൻ്റെ തൊട്ട് ബാക്കിലും അപ്പുറ സൈഡിലും ഇവരെ കൂടെ ഉള്ളവർ നിൽക്കും. എന്നിട്ട് അവൻ ആ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒരു ഗേറ്റ് ഇറക്കൽ കഴിഞ്ഞു. അപ്പോൾ ഈ റിബിൻ്റെ അവിടെ ഹാർട്ടിൽ കയറി ഇറങ്ങി ഹാർട്ട് ബ്ലാസ്റ്റാണ്. ഈ നിൽക്കുന്നവൻ അവൻ്റെ സഡനാണ്. അവൻ ബാക്കിലോട്ട് മാറും. ബാക്കിലോട്ട് മാറിക്കഴിഞ്ഞാൽ അടുത്ത ഈ ബാക്കിൽ താങ്ങുന്നതിന് വരുമായിരിക്കും. അവനെ സൈഡിലോട്ട് ഇരുത്തും. അവൻ്റെ തിങ്സൊക്കെ അപ്പം അടുത്തുള്ളവരെ എടുത്തിരിക്കും. അപ്പം തന്നെ വെച്ചാൽ ഈ ഓറൽ ബിൽഡ് ഉണ്ടാവും. ഹാർട്ട് ബ്ലാസ്റ്റ് ചെയ്ത് ഓറലാവും. അത് മൂക്കിന്ന് ഭയന്നായിരിക്കും. ഇപ്പം കാണുന്ന വിചാരിക്കും ചിലപ്പം കാർഡിയക് അറസ്റ്റോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും. ഇത് ഈ ടൂൾ വെച്ചിട്ടുള്ള ഇത് ഹൈ കാർബൺ ടൂളാണ് ഈ കേൾക്കുന്നത്. അപ്പം ഇത് എനിക്ക് നേരത്തെ ഞാൻ അന്നേ അന്ന് ആ പോലീസുകാർ പറഞ്ഞ സാധനത്തിൽ നിന്ന് ഞാനത് നോട്ട് ചെയ്ത് ഇത് കൊള്ളാം, നമുക്ക് പണി നടത്താൻ പറ്റുന്ന പരിപാടി. അതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് വിളി ചെയ്തത്. അങ്ങനെ ഒരാൾ വന്ന് കഥ പറയുന്നു, അവൻ ആ ടൂൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പം അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പ്ലാനിങ് ആണത്. അതെങ്ങനെ എങ്ങനെ ആയിരിക്കണം. പിന്നെ അതിൻ്റെ കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ സമയത്ത് ഒരു ഭയങ്കര രസകരമായ കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ കാസ്റ്റിങ്ങിന് അത്യാവശ്യം വണ്ണമുള്ള ശരീരമുള്ള ഒരു നായിക ആയിരിക്കണം അത് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഈ മുറിവ് കാണാതിരിക്കാൻ പറ്റൂ. മുറിവാണ് അത്. ശരിക്കും ബ്രസ്റ്റിൻ്റെ താഴെ കൂടെ ആയിരിക്കണം അത് കയറേണ്ടത്. കയറി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് കണ്ടുപിടിക്കാനൊക്കെ ഇരുന്നു. അതൊരു ബോഡി ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുളിപ്പിക്കും മാത്രമേ അവിടെ ആ പാർട്സൊക്കെ തേച്ച് കാണൂ. അപ്പോഴേ ഈ ഹോള് കാണും. ഇപ്പം ഈ ക്രൈം ചെയ്യുമ്പോൾ ഇയാളുടെ വിചാരം ഇതൊരിക്കലും കണ്ടുപിടിക്കില്ല എന്നുള്ളതാണ്. കാരണം ഓറൽ ബിൽഡാണ്, ഓൾറെഡി ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അതൊക്കെ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ക്രൈം, ഫിഞ്ചർ, ഈ മൂഡ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ അപൂർവരാഗം ഒരു എക്സെപ്ഷണൽ കേസായി നിൽക്കുമ്പോഴും മറ്റു സിനിമകളൊക്കെ ടേസ്റ്റും ജോൺറയും വേറെയാണ്. നേരത്തെ ഇങ്ങനെ ഒരു ത്രില്ലർ ചെയ്യണം അല്ലെങ്കിൽ ത്രില്ലർ സിനിമ അങ്ങനത്തെ പ്ലാനുകൾ, ആഗ്രഹങ്ങൾ വേറെ? അല്ല, ഞാൻ എപ്പോഴും ആലോചിച്ചാലോടോ എനിക്ക് ആ ജോണർ സിനിമകളോടാണ് ഇഷ്ടം. ഈ ഫൺ പരിപാടികൾ ഇഷ്ടമായിരിക്കും. ഞാൻ എൻ്റെ സദസ്സിൽ ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എല്ലാവരെയും കളിയാക്കുന്ന ഒരാളാണ്. പക്ഷെ അതൊരു തിരക്കഥ എഴുതുമ്പോഴോ അതിനൊരു സംഭാഷണം എഴുതുമ്പോൾ ഞാൻ അത്ര നല്ല ആളല്ല അത് എഴുതാൻ. ഇപ്പം എൻ്റെ ഈ പറയുന്ന 2 കൺട്രീസ് ആണെങ്കിലും ഷെർലോക്ക് ടോംസ് ആണെങ്കിലും എൻ്റെ കൂടെ വൃത്തിക്ക് മനോഹരമായി ഇത് കൈകാര്യം ചെയ്യുന്നവരാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇപ്പോൾ എൻ്റെ തിരക്കഥ സംഭാഷണം 2 കൺട്രീസ് എഴുതിയിട്ട് റാഫിക്കാണ്. റാഫിക്കയുടെ കാര്യം പറയണ്ട. മറ്റ് ഷെർലോക്ക് ടോംസ് ചെയ്യുമ്പോൾ സച്ചി ഉണ്ടായിരുന്നു, പാവം പ്രിയപ്പെട്ട സച്ചി ഉണ്ടായിരുന്നു. അതന്ന് എഴുതാനുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഈ ഫൺ എഴുതൽ, അതിനൊരു കൗണ്ടർ ഡയലോഗ് പറയൽ ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ അത് കൗണ്ടർ പേപ്പറിലോട്ട് എഴുതാനൊക്കത്തില്ലായിരിക്കും. പക്ഷെ എന്നോട് ഒരു ഗംഭീര മിസ്റ്ററി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം 2 ദിവസം കൊണ്ടൊക്കെ ഞാൻ ടഹേന്ന് എഴുതി കൊടുക്കും. പക്ഷെ ഒരു ഫണ്ണ് എഴുതാൻ പറഞ്ഞാൽ പാടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ അത് വേറൊരാളെ കൊണ്ട് എഴുതിക്കുക ഫണ്ണ്. ഈ മിസ്റ്ററി പറയുമ്പോഴേ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, ഒരു പോസ്റ്റ് ജീത്തു ജോസഫ് പീരീഡിൽ ബാക്ക് ടു ബാക്ക് ത്രില്ലേഴ്സ് വരുന്നുണ്ട്. പല ആളുകൾ അത് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. സിനിമകൾ വിജയമാകുന്നുണ്ട്. ഇപ്പൊ ദൃശ്യം വരുന്നുണ്ട്, മെമ്മറീസ് വരുന്നുണ്ട്, രാക്ഷസന്റെ ഒരു ഹാങ് ഓവർ തീരുമ്പോഴത്തേക്ക് 5-ാം പാതിര വരുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് ത്രില്ലറുകൾ വരുന്നുണ്ട്. അതിന് പറയുക സീരിയൽ കില്ലിംഗ് തന്നെ പല ആവർത്തി പല രീതിയിലൂടെ പയറ്റി നോക്കുന്നുണ്ട്. ദൃശ്യം ഒരു എക്സെപ്ഷനിലായിരുന്നു. ഫാമിലിക്ക് അകത്ത് ഒരു ക്രൈം, അതിന്റെ പരിപാടികൾ. കിഷ്കിന്ത കാണാം ലേറ്റസ്റ്റ് എഡീഷനിൽ വരുമ്പോൾ ഈ
ത്രില്ലേഴ്സ് പല തവണ മലയാളികൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ പറഞ്ഞ തണുത്ത വെളുപ്പാങ്കാലത്തിലും ഒരു സീരിയൽ കില്ലർ വരുന്നുണ്ട്, പപ്പേട്ടന്റെ പടം വരുന്നത്. ഈ രീതിയിൽ ഇപ്പൊ ക്രൈമിനെ പല രീതിയിലൂടെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള മരണങ്ങള്, പലതരത്തിലുള്ള ആളുകളുണ്ടാകുന്ന ഇമ്പാക്റ്റുകള്, ഇതിന്റെ ട്വിസ്റ്റ്, സസ്പെൻസ്, ഇതൊക്കെ കുറെ തവണ വന്നു. പിന്നെയും പുതിയൊരു ക്രൈം ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും പുതിയത് കൊടുക്കണല്ലോ, അത് ക്രാക്ക് ചെയ്യാന്നുള്ളത് അത് തന്നെയാണ് 1000 Lives-ലും ചെയ്തത്. കാരണം വെച്ചാൽ ഇതിൽ നോക്കുമ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട്, റഹ്മാൻ സാറിനോട് പറയുന്നൊരു ഡയലോഗ്, അജികുരനോട് പറയുന്നുണ്ട്, സാറ് രേണു എനിക്ക് വേണ്ടി ഞാൻ അവളെ മാത്രമേ കൊന്നുള്ളൂ, ബാക്കിയൊക്കെ അറിയാമല്ലോ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്. അതിൻ്റെ ഒരു വരച്ചിടലുണ്ട്. എനിക്ക് കൃത്യമായിട്ട് എനിക്കും അറൂസിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു, ഇവനൊരാൾ ആരും ഇനി കൊല ചെയ്യപ്പെടില്ല. പക്ഷെ ഇവൻ്റെ പ്ലോട്ടിങ് ഗംഭീരമായിരിക്കണം. പക്ഷെ ചെയ്യുന്നത് ക്രൈമാണ്. വേറൊരാളിലെ ടൂള് കൊടുക്കുക എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ അവനവനെ തന്നെ പെടുത്തുക എന്ന് പറയുന്നത്, ഇവൻ തന്നെ ലാസ്റ്റ് ബെയ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അതാണ് നമ്മുടെ. കാരണം വെച്ചാൽ ബാക്കി എല്ലാവരും പറഞ്ഞു കഴിയുകയല്ലേ. എങ്ങനെയാണ് നമ്മൾ പുതിയതായിട്ടൊരു ക്രൈം പറയുക, അല്ലെങ്കിൽ പുതിയതായിട്ട് ആൾക്കാരെ വൗ ചെയ്യിക്കുന്നത് എങ്ങനെയാണ്, അതൊരു പരിധിവരെ 1000 Days-ൽ ഞങ്ങൾ ചെയ്ത് അത് വിജയിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സീരീസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ലോങ് ജേർണി ആണല്ലോ. ഇത്ര നമ്മൾ 2 മണിക്കൂർ കാണുന്ന പോലെയല്ല, ലെങ്ത് കൂടുതലാണ്. എപ്പിസോഡ് വൈസ് നമ്മൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കാണുന്നത്. ഇതിന്റെ ഈ പ്രോസസ്സിൽ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പുതിയ എന്തെങ്കിലും അല്ലെങ്കിൽ പുതിയൊരു ക്യാരക്ടർ അവിടെ വരുന്നുണ്ട്, അയാളുടെ ഒരു സബ് പ്ലോട്ട്, അയാളോട് ലീഡ് ചെയ്യുന്ന അയാളുടെ ഒരു ബാക്ക് സ്റ്റോറി, ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വേഗമായിട്ട് ചെയ്യുന്ന സീരീസ് കണ്ടിട്ടുണ്ട്. ചുമ്മാ ക്യാരക്ടേഴ്സ് വരുന്നത് എന്തെങ്കിലുമൊക്കെ പറയുന്നു, ആളെ തയ്ക്കുന്ന പോലെ പല ക്യാരക്ടേഴ്സും കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. അല്ലാതെ പല സമയങ്ങളിലും ക്യാരക്ടർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവും, അയാൾക്കൊരു ജേർണി ഉണ്ടാവും പറയാനായിട്ട്. ആ ജേർണി എൻ്റെ സീരീസിന്റെ ജേർണിയുടെ ഭാഗമാവുകയും ചെയ്യും. ഈ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്, അത് ശരിക്കും ഇത് ഇങ്ങനൊരു ക്യാരക്ടർ കാണുമ്പോൾ ആളുകൾ ചിന്തിക്കുന്ന ഒരു 10 പോസിബിലിറ്റി ഉണ്ടാവും, എന്നാൽ 11ാമത്തെ പിടിക്കണം. ഇതിലൊക്കെയുള്ള ആളുകളുടെ എക്സൈറ്റ്മെന്റ് നിൽക്കുന്നത് ഈ ക്യാരക്ടേഴ്സിന്റെ എഴുത്ത് എങ്ങനെ ശരിക്കും. അത് ഞാനീ പറഞ്ഞില്ലേ, അറൂസിന് ആ മിടുക്ക് ഭയങ്കരമായിട്ടുണ്ട്. എൻ്റെ കൂടെ എഴുതാറായിട്ട് എനിക്ക് അവന് കൃത്യമായ ധാരണ ഇത്രേ ഉള്ളൂ. ഒരാൾ പോലും നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ആളെ തികയ്ക്കാൻ വേണ്ടി ഫ്രെയിമിൽ വരണ്ട, പർപ്പസ്ഫുള്ളായിരിക്കണം ഇവർ വരുന്നത്. അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകണം. ഇപ്പം ഈ സീരീസ് കണ്ടിട്ട് എല്ലാവരും വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഒരാളെ പോലും, അപ്പുറത്തെ വീട്ടിലെ ജോഷിയെ പോലും അതിൻ്റെ അകത്ത് മാറ്റാനൊക്കെ ഇല്ല. അവർക്ക് വരെ അതിൻ്റെ അകത്തൊരു സാധനം എപ്പോൾ പോയാലും കറങ്ങി തിരിഞ്ഞാലും ഉണ്ടാകും. ഇപ്പം മെർലിൻ്റെ ഹസ്ബൻഡുണ്ട്, അവൻ പറയുന്ന ആ ഡയലോഗ് ഒരു മനുഷ്യനും മറക്കില്ല. ബെസ്റ്റ് ഓഫ് യു പറയുന്ന ഡയലോഗ്. അപ്പം അവന് പോലും ഐഡൻറ്റിറ്റി ഉണ്ടാകണം. കാരണം എന്നാലേ ആ ബുള്ളറ്റിലൊരു നോട്ടം ഉണ്ട് അവിടെ നിന്നിട്ട്. ആ ബുള്ളറ്റ് കേൾക്കുമ്പം മെർലിൻ ഭയക്കുന്നു. ആ മെർലിൻ്റെ ഈ പണ്ട് നമ്മുടെ MD സാറിൻ്റെ എഴുത്ത് പോലെയാണ്, വാടിയ കൗങ്ങം പൂക്കല പോലെയാണ് മുഖം. അത് ഭയങ്കര ഐശ്വര്യമുള്ള മുഖമാണ്. പക്ഷെ അയാളുടെ കൂടെ ജീവിച്ച് വാടി നിൽക്കുകയാണ്. അത് കൃത്യമായ പെണ്ണിന് വേണം എന്നുള്ളത്. ഈ ജോഷിയുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചേച്ചിയുണ്ട്, അവരെ പോലും നമ്മൾ മറക്കാൻ പാടില്ല എന്നുണ്ട്. ജോഷിയെ എന്നാടാ കുറെ നാളായില്ലേ കണ്ടിട്ട്, സുഖമല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അവളത് വഴക്ക് പറയുന്നത് അമ്മച്ചി കേട്ടിട്ടുണ്ട്. പക്ഷെ അമ്മച്ചിക്ക് വന്നിട്ട് അവളോട് ചോദിക്കാൻ പാടില്ല, നീ എന്നെ അവൻ വഴക്ക് പറഞ്ഞത്. പക്ഷെ അമ്മച്ചി അവിടെ വന്നിട്ട് ഒരു ചിരി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് അത്രയും ഡീറ്റെയിലിങ് നമ്മൾ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാനും അറൂസും കൂടെ തന്നെ ഡിസ്കഷൻ ചെയ്തിട്ട് കൃത്യമായിരുന്നു. അപ്പം അവനതൊരു സാധനം എനിക്ക് എഴുതിയിട്ട് വന്നിട്ട് എനിക്കത് ബോറാണെന്ന് പറഞ്ഞത് മാറ്റാൻ തോന്നില്ല, ആഡ് ഓൺ ചെയ്യാനേ തോന്നിയിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ഇതും കൂടെ വെച്ചാൽ നല്ല രസമായിരിക്കൂടാ എന്ന് പറഞ്ഞാൽ ആഡ് ഓൺ ആ ചെയ്യാൻ, അല്ലാതെ ഒരു കഥാപാത്രത്തെ കലായും തോന്നിയിട്ടില്ല. അത് ഞങ്ങൾ ശരിക്കും അറിയാതെ വന്നതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് എല്ലാം കൃത്യമായിട്ട് അടുക്കി പറക്കി വെച്ചത്. ഇപ്പം അറിവ് എന്ന് പറയുന്നത് ക്ലൈമാക്സിൽ വരുന്ന അറിവിനെ എനിക്ക് ഷൂട്ടിങ് തുടങ്ങി ഒരു 10-40 ദിവസം കഴിഞ്ഞപ്പോഴേ ഞാൻ അറിവിനെ കണ്ടെത്തിയായിരുന്നു. പക്ഷെ അവനോട് ഞാനത് പറഞ്ഞിട്ടില്ല. അവൻ എൻ്റെ മേക്കപ്പ് അസിസ്റ്റൻ്റാണ്. ആ ക്രൂ എന്ന് വെച്ചാൽ അവന് പോലും അറിയില്ലത്. അവൻ എൻ്റെ ലൈഫിൽ ഇതുവരെ അഭിനയിച്ചിട്ട് പോലും ഇല്ല. അവൻ എൻ്റെ മേക്കപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പയ്യനാണ്. ടച്ചപ്പ് ബോയ് ആയിട്ടൊക്കെ എല്ലാവരും കൂടെയും കുട പിടിച്ച് നടക്കുന്നത്. ഞാൻ അവനെ കണ്ടെത്തുന്ന വെച്ചാൽ അവൻ ആ സെറ്റിൽ എല്ലാവരും കളിയാക്കും. ആ സെറ്റിലുള്ളവരെല്ലാവരും പിടിച്ച് മുടി വെട്ടിക്കും, ഫ്രീ ആയിട്ട് വെട്ടിത്തരാന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് അവൻ്റെ ബാക്കിയുള്ള പരിപാടി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ കൊള്ളാം, ഇവനൊരു പണി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ. അങ്ങനെയാണ് ഞാൻ അറിവിനെ അതിൻ്റെ അകത്തുനിന്ന് കൊടുക്കുന്നത്. പക്ഷെ അറിവിനെ പറ്റി എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. അവൻ്റെ ഒരു ഇന്നസെന്റ് ലുക്ക് ഉണ്ട് വണ്ടിക്കകത്തിരുന്ന്. അല്ല അവനോട് ഇറങ്ങിപ്പോന്ന് പറയുമ്പോൾ ഗണ്ണ് ലോഡ് ചെയ്യുമ്പോൾ അവൻ്റെ ഒരു ഞെട്ടലുണ്ട്.
അതുപോലെ ഇനി പരമശിവം, ആ കടക്കാരനെന്നുള്ളത്, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എനിക്കൊരു തമിഴ് ആർട്ടിസ്റ്റ് ആയിരിക്കണം, ചെറിയ വലുത് വേഷമൊന്നുമല്ല, അത് കൃത്യമായിരിക്കണം ആ സ്ഥലം. അതുപോലെ തെങ്കാശിയിൽ ഹൈവേയിൽ വേണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ. ആ തെങ്കാശി ഹൈവേ തന്നെ കൊണ്ടുപോയി ഒരു സെറ്റ് ഇടണമെന്ന് പറയും ചായക്കട. അവിടെ നിൽക്കുന്ന ജോലിക്കാരെല്ലാവരും തമിഴന്മാരായിരിക്കണമെന്ന്. ഞങ്ങൾ പോകുന്ന സമയത്ത് ആട്ടിടേൻ്റെ ഒരു ലുക്ക് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്താണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ നമ്മളിതിനെ ഇറങ്ങി പുറപ്പെട്ടാൽ ഇതൊക്കെ കൃത്യമായി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാകണം ഇത് വേണമെന്നുള്ളത്. ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പറഞ്ഞ സാധനം ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കേണ്ടത് എല്ലാം ഞങ്ങൾ ഈ പ്രീ പ്രൊഡക്ഷന് മുമ്പ് ഞാനും ആ ദിവസം പേപ്പറിൽ കൃത്യമായിട്ട് ഉണ്ടാക്കിയിരുന്നു. എന്നിട്ടാണ് എൻ്റെ AD-കളുടെ മുമ്പിലോട്ട് ഇത് വെക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള ഹണ്ടിങ് കൃത്യമായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. ഞാൻ ഇതിൽ എനിക്ക് തോന്നുന്നത് മിക്കവരെയും വലിയ ആർട്ടിസ്റ്റ് വെച്ച് ബാക്കി എല്ലാവരെയും ഞാൻ ഓഡിഷൻ ചെയ്തിരുന്നു ക്യാമറ വെച്ച്. അത് ഇവരെല്ലാം ഞാൻ എൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലത്ത് വെച്ചിരുന്നു. ഒരു ക്യാമറ വെച്ച് ഓഡിഷൻ നടത്തി ആ ക്യാരക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. ഇപ്പം നെസ്ലിൻ എന്ന് പറഞ്ഞ പെൺകുട്ടി ചെയ്ത രേണുകുണ്ട്, അവളെ സ്നോട്ട് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ. കാരണം പെൺകുട്ടികൾക്ക് അത് മടിയാണ്, പക്ഷെ അത് കണ്ടാൽ അത് കൃത്യമായി അടിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അത് സാധാരണ പിള്ളേർക്ക് അത് വേറെ വരും, കാരണം നമ്മളതിന് യൂസ് ചെയ്തതിനും ഗ്ലൂക്കോസാണ്. ആ ഗ്ലൂക്കോസ് കഴിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർക്ക് പേടിയാണ്. അപ്പം ഞാൻ നേരെ പോകുന്ന ഹോളിവുഡ് പടമാണ്, മറ്റേ വോൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന സിനിമയിൽ അവർ ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൊക്കടിക്കുന്നുണ്ട്. അത് അവർ ചെയ്തത് ഗ്ലൂക്കോസാണ്. ഞാനത് ഗൂഗിളിൽ കയറി ആ ഡീറ്റെയിൽ എടുത്ത് ഈ പെങ്കൊച്ചിന് റെഫർ ചെയ്തു. നീ പേടിക്കണ്ട, അവരടിച്ചിട്ടുണ്ട്, ഡിക്കാഫ്രീ അടിച്ചിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, നിനക്ക് അടിക്കാം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് അവളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് അവൾ കൃത്യമായിട്ട് ചെയ്തു. അപ്പം ഇവർക്കൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഇത് ഈ മെത്ത് ഉണ്ടാക്കുന്ന ഒരു പരിപാടി. ഈ മെത്ത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്ത് ബ്രേക്കിംഗ് ബാഡ് വെച്ചിട്ട്. അതെ, ക്രിയേഷൻ. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്ത സമയത്ത് അല്ലാണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കളക്കണ്ടമാണ് ആ സാധനം. ഞാൻ എൻ്റെ പെർഫെക്ഷന് വേണ്ടി അങ്ങനത്തെ കുറെ പരിപാടി ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇത്രയും സിനിമ സീരീസ് ഒക്കെ ഫോളോ ചെയ്യുമ്പോഴേ അതിൽ ഭയങ്കര കിക്ക് എന്നിട്ടുള്ളൊരു ഈ പറയുന്ന ഇതേ ജോണറുള്ള ഒരു സീരീസ് അങ്ങനെയുണ്ടോ? സീരീസ് ശരിക്കും ഇന്നസെൻസ് എന്നൊരു സീരീസ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സിലുണ്ട് ആ സീരീസ്. ആ സീരീസിൻ്റെ സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ പ്ലേ. പൗലോ അങ്ങനെ കണ്ട ഡയറക്ടറുടെ പേര് ഞാൻ മറന്നു, സോറി പെട്ടെന്ന് മറന്നു. അയാളുള്ള ഒരു മിടുക്കുണ്ട് ആ സ്ക്രീൻ പ്ലേക്ക്. നിങ്ങൾ ഇനി ആരെങ്കിലും കണ്ടിട്ടില്ല അത് കാണും. കാരണം വെച്ചാൽ നിങ്ങളുടെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഒരു വൗവാണ്. അതിൽ യുദ്ധത്തിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ മൂഡുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ സീരീസുകൾ ഇഷ്ടമാണ്. ഒരു പക്ഷേ ആ സീരീസ് ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെയും കുറേ സീരീസുകൾ കണ്ടിട്ടുണ്ട്. ഒറ്റയടിക്കൊക്കെ ഒരു ചിലപ്പം ഞാൻ ഒരു സീരീസ് കാണുന്നത് ഞാൻ എൻ്റെ സീരീസ് ആളുകൾ കണ്ട പോലെയാണ്. അത് എന്നെ ത്രില്ലടിപ്പിച്ചില്ലെങ്കിലും അടുപ്പിച്ചാലും ഞാനൊരു സീരീസ് കാണാൻ ഞാൻ കൃത്യമായ സമയം കണ്ടെത്തിയിട്ട് വെളുപ്പിനെ വരെ ഇരുന്നത് കാണും. അത് എന്നെ ബോറടിപ്പിച്ചാൽ പോലും ഞാൻ മാറ്റില്ല. കാരണം വെറുതെ ആയിരിക്കില്ല. ഒരു നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ചെയ്യുന്നൊരു സീരീസ് അവർ മനഃപൂർവ്വം ബോറടിക്കുന്നത്. എത്ര പേര് ആ സ്ക്രീൻ പ്ലേയിലൊക്കെ ഇരുന്നിട്ടായിരിക്കും അത് ഒരു പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. എന്തോ ഒരു സാധനം അതിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പം എനിക്കുള്ളത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ആ കിക്ക് സീരീസുകളിൽ നിന്ന് കിട്ടാറുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് ഷോട്ട് പറയാം. ഈ സാധാരണ ഇങ്ങനെ എഴുതുന്നുണ്ടല്ലോ, ലാസ്റ്റ് സ്കെയില് താഴെ വീഴുന്നത് ഒരു ലോ ആംഗിൾ ഷോട്ട് ഉണ്ട്. ചെറിയൊരു ചാർജില് താഴെ വരെ സ്റ്റക്ക് ആവുന്നത്. അത് എനിക്ക് ആ തിയേറ്റർ പ്രിവ്യൂയും കൂടെ കാണാൻ പറ്റിയത് കൊണ്ട് അതെനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഷോർട്ട് ഡിവിഷൻ സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡിൽ മാത്രം ഷോർട്ട് ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞ ഹുക്കിംഗ് ഇവിടെ ആയിരിക്കണം. ഇനീഷ്യൽ എപ്പിസോഡിൽ ഇതിൽ കിട്ടിയാൽ ആൾക്കാർക്ക് കിട്ടി. അതിന്റെ ഷോർട്ട് ഡിവിഷൻ പ്ലാൻ എങ്ങനെയാണ് ശരിക്കും ഭയങ്കര യൂണിവേഴ്സൽ ആയിരുന്നു. അത് എന്താ കാര്യം വേറെ ഒന്നാമത്തെ കാര്യം സാറാമ്മച്ചിയുടെ ഫേസ് എനിക്ക് അവിടെ കാണിക്കാൻ പറ്റത്തില്ല. ക്ലോസ്ഡ് വാളാണ്. ഇത്രയും വാൾ എന്നിട്ട് സാറാമ്മച്ച അത് എഴുതുകയാണ്. എനിക്ക് വേറെ ഗിമ്മിക്കൊന്നും അതിനകത്ത് കാണിക്കാൻ ഒക്കത്തില്ല. കാരണം ബാക്കി അതൊക്കെ ഞാൻ പറയുന്നൊരു സിനിമയുടെ ഒരു ഭാഷയല്ല. സാധാരണ ഒരു ഗ്ലാസ് വെച്ചിട്ട് സാറാമ്മച്ച അതൊരു സിനിമയുടെ ഭാഷയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അതോ. പിന്നെ എങ്ങനെ ഈ സാറാമ്മച്ചിയുടെ
സങ്കടങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റും. അല്ലെ സാറാമ്മച്ചി എങ്ങനെയായിരിക്കണം ആ പോയിന്റ് ഉണ്ടല്ലോ, മകൻ്റെ പേര് എഴുതി കഴിഞ്ഞിട്ട് താഴെ വരയിടാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു വേദന ഉണ്ട്. അതൊരു വെല്ലുവിളിയാണ് ഞാൻ അത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഷോട്ട് മേക്ക് ചെയ്യുമ്പോൾ. അപ്പോഴെനിക്ക് തോന്നിയത് ഈ ആംഗിളിൽ ഷോട്ട് വെക്കണം, വെച്ചിട്ട് സ്കെയിൽ ഡ്രോപ്പ് ചെയ്യാം, അതിലുണ്ട് അവരുടെ എല്ലാം എന്ന് തീരുമാനിച്ചു. ഭയങ്കര രസമുള്ള ഷോട്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത്. അത് വൃത്തിക്കുന്നത്. ഈ സെക്കൻഡ് സീസൺ എങ്ങനെയാ? അത് ഉറപ്പായിട്ടും ഉണ്ടോ? സെക്കൻഡ് സീസൺ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാരണം അവരുടെ ഭാഗത്തുനിന്നും സെക്കൻഡ് സീസൺ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് ഇത്ര ഹൈപ്പൊക്കെ ആയ സ്ഥിതിക്ക് അവർ ഉറപ്പായിട്ടും അത് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫുട്ടേജ് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഫസ്റ്റ് കട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു സെക്കൻഡ് സീസൺ തുടങ്ങിക്കുമെന്ന്. ഇനിയിപ്പം ഇച്ചിരി കൂടെ ഉത്തരവാദിത്വം കൂടുതലാണ്, വൃത്തിക്ക് സമയമെടുത്ത് ചെയ്യേണ്ടി. ഇനിയിപ്പോൾ അടുത്തത് ഈ സീരീസിന് എക്സ്റ്റൻഷൻ തന്നെയാണോ? സിനിമ ചിന്തകളുണ്ട്, നേരത്തെ മുതൽ ആലോചിച്ചിരുന്ന സിനിമകൾ. ഇവിടെ സിനിമാ ചിന്തകളുണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ള സിനിമകളിലെയും എൻ്റെ സിനിമയുടെ വലിപ്പങ്ങളെയും ആൾക്കാർ തിരിച്ചറിയണം എന്നുള്ളൊരു ആഗ്രഹം എന്നിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൈൻഡ് ഓഫ് പറയും, പിന്നെ ഞാൻ ഇത്രയും സമയമെടുത്ത് ഷൂട്ട് ചെയ്യും, എനിക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കണം, എൻ്റെ കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കൃത്യമായിരിക്കണം, എനിക്ക് ഇത്രയും ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം എന്നൊക്കെ ഞാൻ ഒരാളോട് ചെന്ന് പറയുന്നതിനെക്കാട്ടി ഏറ്റവും മനോഹരമാണ് ഞാൻ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അതാണ് എൻ്റെ 1000 Babies എന്ന് പറയുന്ന സീരീസ്. ഞാൻ ഇനി അടുത്ത സിനിമ ചെയ്യുമ്പോഴും എൻ്റെ ക്യാൻവാസിൻ്റെ ഒരു വലിപ്പം ഉണ്ടാകും, കഥ അതേപോലത്തതായിരിക്കും. അപ്പം ഇപ്പം മോശമില്ലാണ്ട് അത് ചെയ്യുമെന്നും അവന് ബഡ്ജറ്റ് കൊടുക്കാനും പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ എനിക്ക് കിട്ടണം. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു.